ഞാനേ ഈ സൂ ഫ്രം സോ അടിപൊളി പടം കേട്ടാ. അടിപൊളി പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഒരു പടം. നമുക്ക് കണ്ട നമ്മൾ ചിരിക്കാനുള്ള സാധനമുണ്ട്. ഈ ഇടയ്ക്ക് ഇറങ്ങിയതിൽ നമ്മുടെ ഈ രോമാഞ്ചം ലെവൽ വരുന്ന ഒരു സിനിമയാണ്. രോമാഞ്ചം ഇഷ്ടപ്പെടുത്ത ആൾക്കാരാണെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. പേഴ്സണലി ഇഷ്ടപ്പെടാനുള്ള കാരണം ഭയങ്കര എൻഗേജിങ് ആയിരുന്നു സിനിമ. നമുക്ക് പട ഇങ്ങനെ മാറി പൊയ്ക്കൊണ്ടിരിക്കും സിനിമ. വെച്ചാൽ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ ഉടനെ അടുത്ത ഇൻസിഡന്റ് വരെയാണ്. അപ്പൊ നമുക്ക് ലാഗില്ല പടം കാണാൻ. പിന്നെ ഇത് ഒരു കന്നഡ പടമാണെന്നുള്ള ഒരു ഫീൽ അല്ല, മലയാള സിനിമയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാര്യം അതിന്റെ ഡബിംഗ് ആണെങ്കിലും ഡബിംഗ് ഒക്കെ പക്ക, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സ്കോർ, ഓരോ ക്യാരക്ടറിനും അവർ കൊടുത്തേക്കുന്ന മ്യൂസിക് ഒക്കെ ഉണ്ട്. അതിലൊരു അളിയന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. എന്റെ പോലെ കീഴിൽ അത് ആരാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അങ്ങനെ കീഴിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തുകൊണ്ട് അങ്ങനെ വരുമ്പോ രവിയാണെന്ന് പറഞ്ഞൊരു മെയിൻ കഥാപാത്രമുണ്ട്. പുള്ളിയൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ നല്ല മുഖമൊന്നും ആരെയും പരിചയമില്ല, നമുക്ക് ആരെയും അറിഞ്ഞുകൂടാ. ആകെ അറിയാന്നുള്ള രാജ്ബി ഷെട്ടിയാണ്. അയാളും സൂപ്പർ. അങ്ങനെ പൊതുവെ ഭയങ്കര മാസ് സിനിമകളൊക്കെ ഞാൻ അയാളുടെ ഗരുഡ ഗമന വാഹന കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പടം കിടില സിനിമയാണത്. അപ്പൊ അതൊക്കെ കണ്ട് അയാൾ കോമഡിയാണ് ഇതിൽ ചെയ്തേക്കുന്നത് അയാൾ. പക്ഷെ ആ കോമഡി അയാൾ നല്ല കൺവിൻസ് കേട്ടോ. ഡബ് ചെയ്തിരിക്കുന്ന അയാളുടെ സ്വന്തം വോയിസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അയാൾ സ്വന്തമായിട്ട് ഡബ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു മലയാളം പക്കാവായി പറയുന്ന ഒരു മലയാളമായിട്ടല്ല, വേറൊരു നാട്ടിലെ ആളായിട്ടാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ മലയാളം സംസാരിക്കുന്നത്. എല്ലാ ക്യാരക്ടർ ആക്ടേഴ്സും നല്ല കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പാട്ടുകളൊക്കെ നല്ല സൂപ്പർ പാട്ടുകളെ നമ്മൾ മലയാള സിനിമ കാണുന്ന കണക്ക് തന്നെ അതുപോലത്തെ പാട്ടുകൾ. അതൊക്കെ ആരാണ് സെറ്റ് ചെയ്ത് ഇതിന്റെ ഒന്നും ഞാൻ സിനിമ കാണുന്നത് ആരൊക്കെയാണ് ചെയ്തതെന്നൊന്നും ഞാൻ നോക്കിയില്ല. കണ്ടിട്ട് ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ഇറങ്ങി വന്നു. നല്ല പടം, എല്ലാവരും പോയി കാണുക കേട്ടോ. സൂപ്പർ പടം. തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നല്ല രസമായിരിക്കും. നല്ലൊരു തിയേറ്റർ കിട്ടി കഴിഞ്ഞാൽ പോവാം. ഞാൻ ഇവിടെ കണ്ടത് ആറ്റിങ്ങൽ യമുന എന്നാണ് ഈ വൃത്തിയുടെ തിയേറ്റർ. ഒന്നാം ദിവസം എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇത്തിരി ഹൈറ്റ്, കാലിന് ഇത്തിരി നീളമുണ്ട്. അപ്പൊ കാലൊന്നും ഇടിയും. ഞാൻ ഇരുന്ന് ബുദ്ധിമുട്ടി. ടിക്കറ്റ് ചാർജ് കുറവാണ്. അതുകൊണ്ട് നല്ലൊരു തിയേറ്റർ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു.